ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. അമരമ്പലം പഞ്ചായത്ത് സംഘടിപ്പിച്ച ഉത്സവരാവ് ആർപ്പോ അമരമ്പലം ആർപ്പ് വിളികളോടെ സമാപിച്ചു. സമാപന ചടങ്ങുകളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം എന്നാൽ താൻ കേസുകൂട് സിനിമയിലൂടെ പ്രശസ്തനായ സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നല്ലവരുടെ നാടാണ് അമരമ്പലം. അമരമ്പലത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സാഹോദര്യം, ഈ കെട്ടുറപ്പ് എന്നും നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ നാട് നന്നാവുക. പരസ്പരം കലഹിക്കുകയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ, ജാതിയുടെയോ മതത്തിൻ്റെയോ, നമ്മളിലൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും വിത്തുകൾ ഇങ്ങനെ ഇടയ്ക്കിടെ കൊണ്ടുപോകാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട് അമരമ്പലം അങ്ങനെയല്ല. ആണോ? അല്ല. അമരമ്പലം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നാടാണ്. ഒരു സംശയവും വേണ്ട. മലപ്പുറം എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ജില്ലയാണ്. ഏകോദര സഹോദരന്മാരെ പോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ എല്ലാ സഹോദരന്മാരും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ വരുമ്പോൾ ബോർഡ് നോക്കി, ഏലംകുളം മന മലപ്പുറത്താണ് അല്ലേ? ഞാൻ ബോർഡ് കണ്ടു വരുമ്പോൾ സന്തോഷമായി. നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുസരിച്ചിട്ടുള്ള വലിയ ഒരു മനുഷ്യൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നാട്. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ അമരമ്പലം എന്ന പഞ്ചായത്തിന് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അതുമാത്രമല്ല, ഇതിലെ ഒരു പങ്കാളിത്തം, ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഇത്രയും ആളുകൾ പങ്കെടുക്കാനൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ നഞ്ചിയമ്മ വന്നു. അതുമാത്രമല്ല, കുറേ നൃത്തങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രസീത ചാലക്കുടിയാണ്. 3 ദിവസം നീണ്ടുനിന്ന ആർപ്പോ അമരമ്പലം പരിപാടി കാണികളുടെ എണ്ണം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഉത്സവമായി മാറി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് നടന്നത്. ഭിന്നശേഷി കുരുന്നുകളുടെ കലാമേളയായ ആരവം, അങ്കണവാടി കലോത്സവമായ പൂത്തുമ്പി, ആദിവാസി ഊരുത്സവമായ നങ്കയാട്ട എന്നിവ അരങ്ങേറി. സമാപന ദിവസം സാംസ്കാരിക സമ്മേളനത്തിന് പുറമെ പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ ഉള്ളുള്ളേരി ഫോക്ക് മെഗാ ഷോ കാണികളുടെ ഹൃദയം കവർന്നു. ഗായകരോടൊപ്പം ആബാലവൃന്ദം ജനങ്ങളും നൃത്തമാടിയും ആർപ്പ് വിളിച്ചും ആർപ്പോ അമരമ്പലം ആഘോഷരാവാക്കി മാറ്റി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കലാജാഥ അവതരണവും കേരളോത്സവ വിജയികളെ ആദരിക്കലും പരിപാടിയുടെ ഭാഗമായി നടന്നു.
സാംസ്കാരിക സമ്മേളനത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അബ്ദുൽ ഹമീദ് ലബ്ബ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ AK ഉഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K രാജൻ, PM ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ VK ബാലസുബ്രഹ്മണ്യൻ, P നാസർബാൻ, P നിഷാദ്, എഴുത്തുകാരായ GS ദിവ്യ, PG റീന, NN സുരേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VK അനന്തകൃഷ്ണൻ, P ശിവാത്മജൻ, കേമ്പിൽ രവി, പൊട്ടിയിൽ ചെറിയാപ്പു, കുന്നുമൽ ഹരിദാസ്, TP ഹംസ, K രാജ്മോഹൻ, CDS ചെയർപേഴ്സൺ മായ ശശികുമാർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട സ്വാഗതവും പഞ്ചായത്ത് അംഗം C സത്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.